നമസ്കാരം. ന്യൂസ് ഗ്ലോബ് ടി വിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ കൊല്ലം ജില്ലക്കാരനാണല്ലോ. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ പശുവിനെ കൊണ്ടുപോയി കുത്തിവെപ്പിക്കുന്ന ഒരു ഏർപ്പാടൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ മാത്രമല്ല, പശു ഉള്ള സ്ഥലങ്ങളിലെല്ലാം അതിനെ കൊണ്ടുപോയി കുത്തിവെപ്പിക്കുന്ന ഏർപ്പാടുണ്ട്. ഇല്ലെങ്കിൽ കാളെ ഉള്ളിടത്ത് കൊണ്ടുപോയി ചവിട്ടിക്കും. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടന്നു വരുന്ന ഒരു കാര്യങ്ങളാണ്. പക്ഷേ ഇപ്പോൾ നേരെ കാണുന്നത് പശുവിനെ കൊണ്ടും കാളെ കൊണ്ടും ഒക്കെ ചവിട്ടിക്കുന്നത് പെണ്ണുങ്ങളുടെ മുതുകത്താണ്. അത് എന്തൊരാചാരമാണെന്ന് എത്ര നോക്കിയിട്ടും മനസ്സിലാവുന്നില്ല. ആചാരങ്ങൾ ഒരുപാടുള്ള നാടുകളാണല്ലോ നമ്മുടേത്. ആ ആചാരങ്ങളിൽപ്പെട്ട ഒരു ആചാരമാണ്. ഈ വീഡിയോ ഒന്ന് കണ്ടാൽ ആ ആചാരത്തെക്കുറിച്ച് വളരെ വ്യക്തമായി മനസ്സിലാകും. ഗോമാതാവിന്റെ അനുഗ്രഹം മേടിക്കാൻ നിലത്ത് വീണ് കിടക്കുകയാണ്. ഗോമാതാവ് എന്ത് ചെയ്തു? ഗോമാതാവ് ചേച്ചിയുടെ നടു അങ്ങ് കീറി ഒടിച്ചു. ഇപ്പോഴും വെളിച്ചം വരാത്ത കുറെ മനുഷ്യർ. ദൈവമാണല്ലോ, ഒന്നും പറയരുതല്ലോ, വല്ലാത്തേ അതി. കണ്ടല്ലോ, കവിഴ്ന്ന് കിടക്കുന്ന ഒരു സ്ത്രീയുടെ മുകളിൽ ഒരു പശു കിടക്കുകയാണ്. അപ്പോൾ ഇതിനെയൊക്കെ ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്, അതിനെ ചവിട്ടിച്ച് കിടത്താൻ. ഇനി അതുമാത്രമല്ല, ചാണകം വാരിത്തീരം തിന്നുന്ന ആളുകളും ചാണകം തലയിലൂടെ ഒഴിക്കുന്ന ആളുകളും എന്തിനേറെ ഇങ്ങ് വള്ളിക്കാവിൽ അമൃതാനന്ദമയുടെ മുമ്പിൽ പോയി ചടഞ്ഞുകൂടിയിരുന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മയും വെച്ച് വിടുമ്പോൾ സകല പാപങ്ങളും പോയി സകല സൗഖ്യങ്ങളും കിട്ടി എന്നൊക്കെ പറയുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഇതുമൊക്കെ ആചാരങ്ങളുടെ ഭാഗമാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഈ ആൾ ദൈവങ്ങൾ ഇഷ്ടം പോലെ നമ്മുടെ നാട്ടിൽ തഴച്ചു വളരുന്നത്, കൂണുപോലെ വളരുകയാണ്. അതുപോലെയാണ് കൊടുങ്ങല്ലൂർ ഭരണിക്ക് ചെന്നാലും കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും, അതുമാത്രമല്ല കേരളത്തിൻ്റെ നാനാഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പാലക്കാട്, തൃശ്ശൂർ, ആ മലപ്പുറം, ആ ഏരിയയിൽ നിന്നും മുഴുവൻ നാട്ടിൽ ആളുകൾക്ക് പുറത്തു പോലും ഇറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള തെറിപ്പാട്ടുകളുമായി വരുന്ന കൂട്ടങ്ങളെ ഒരു സമയത്ത് കാണാം. ഇതിനെ ഒന്നും നിയന്ത്രിക്കാൻ ഈ നാട്ടിൽ ആരുമില്ല. കൂട്ടത്തിൽ പാടുന്നവരാണുങ്ങൾ മാത്രമല്ല, ഈ പാടുന്നതിൽ പെണ്ണുങ്ങളും അതേപോലെ തന്നെ കുട്ടികളും അതേപോലെ പ്രായമായ സ്ത്രീകളും എല്ലാവരും ഉണ്ട്. ഇവർ മാത്രമല്ല, ഈ വരുന്ന വഴിക്കുള്ള ജനങ്ങൾ മുഴുവൻ ഈ തെറിപ്പാട്ട് മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുകയാണ് കുറേ നാളത്തേക്ക്. കൊടുങ്ങല്ലൂർ എപ്പോൾ ഉത്സവം വരുന്നോ ആ ഉത്സവം വരുമ്പോൾ ദേവിയെ പ്രസാദിപ്പിക്കാനാണെന്നാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ പച്ചത്തെറിപ്പാട്ടുകളും പാടിക്കൊണ്ട് വരുന്ന ആളുകളെ നിയന്ത്രിക്കാൻ ഇവിടെ ആരുമില്ല. അയ്യോ, അങ്ങനെ നിയന്ത്രിച്ചാൽ അത് മതനിന്ദയായിപ്പോവും. മതം അത് പ്രശ്നമാക്കും. പിന്നെ എന്താണ് ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ എന്നൊന്ന് പറഞ്ഞു മനസ്സിലാക്കിയാൽ കൊള്ളാം. ദൈവത്തെ വിശ്വാസമില്ല, അന്ധവിശ്വാസങ്ങളില്ല, ഇതൊന്നും ഇല്ലാത്തൊരു സർക്കാരാണെന്ന് കേരളം ഭരിക്കുന്നത്. പക്ഷേ ഇവർക്കിതെല്ലാം ഉണ്ട് എന്നുള്ളതാണ് സത്യം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ ആ ഫലമെല്ലാം ഇല്ലാതാവണമെങ്കിൽ അതിന് അയ്യപ്പ സംഗമം നടത്താൻ വേണ്ടി കോടിക്കണക്കിന് രൂപ ചെലവാക്കി അയ്യപ്പ സംഗമം നടത്തുകയാണ്. ഒരു ജ്യോതിഷി പറഞ്ഞിരിക്കുന്നത് ഈ അയ്യപ്പ സംഗമം നടത്തിയാൽ മുഖ്യമന്ത്രിയുടെ എല്ലാ പാപ പരിഹാരങ്ങളും നടക്കും എന്നാണ് പറയുന്നത്. ഈ ലോകത്തുനിന്ന് കടത്തിവിടണം പാപങ്ങളെ. അതിനുവേണ്ടി അവിടെ അന്നദാനം നടത്തണം, ഒരു ഗോശാല നടത്തണമെന്ന് പറഞ്ഞു. അത് ക്ലിഫ് ഹൗസിലേക്ക് ഗോശാല നടത്തി. ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ നികുതി കാശ് കൊണ്ട് ഈ നാട്ടിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു സ്ത്രീയെ ഒരു പശു ചവിട്ടി എന്നൊക്കെ വെച്ചുകൊണ്ട് കൂടുതലായിട്ടൊന്നും നാട്ടിൽ സംഭവിക്കാനില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇടയ്ക്ക് വേറൊരു വീഡിയോ കണ്ടിരുന്നു, അതും ഞാൻ വാർത്തയാക്കിയിരുന്നു. അത് മറ്റൊന്നുമല്ല, മുളക് വെള്ളവും അരിപ്പൊടിയും ചമ്മന്തിപ്പൊടിയും ഒക്കെ തലയെ കൂടെ ഒഴിച്ചാൽ കുട്ടി ഉണ്ടാവും അത്രേ. ശിവലിംഗത്തിൽ കെട്ടിപ്പിടിച്ച് കിടന്നുകൊണ്ട് ഒരു സ്ത്രീയെയും ഒരു പുരുഷൻ്റെയും തലയിൽ പാലൊഴിക്കുന്നു, നെയ്യൊഴിക്കുന്നു, തേനൊഴിക്കുന്നു, എന്ത് വേണ്ട, അവസാനം മുളക് പൊടിയും അരിപ്പൊടിയും ഇടുന്നു. വട ഉണ്ടാക്കാനായിരിക്കും എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അല്ല, കുട്ടികൾ ഉണ്ടാവാനുള്ള നേർച്ചയാണ്. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സദാചാരങ്ങളിൽ ചിലത്. ഇതിനെയൊന്നും ആർക്കും ചോദ്യം ചെയ്യേണ്ട. അങ്ങനെ ചോദ്യം ചെയ്താൽ അത് വലിയ കുഴപ്പമാകും, അത് മതനിന്ദയാകും. ചിലപ്പോൾ സംഘികളെല്ലാം നമ്മളെ അതിന് മർദ്ദിച്ചെന്നിരിക്കും, ചിലപ്പോൾ നമ്മളെ പെരുമാറിയെന്നിരിക്കും. അഘോരികളൊക്കെ നടക്കുന്നത് പോലെ നമ്മുടെ നാട്ടിലും ഇനി നാടൻ അഘോരികൾ നടക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ചിലപ്പോൾ അതും സംഭവിക്കും. ഏതാനും നാളുകൾക്കുള്ളിൽ കേരളത്തിൻ്റെ റോഡുകളിലൂടെ തുണിയും കോണകമൊന്നും ഇല്ലാതെ അഘോരികളെന്നുള്ള പേരിൽ തലയൊട്ടിയും തൂക്കിയ ആളുകൾ നടന്നാൽ അതിനും വലിയ അതിശയിക്കാനൊന്നുമില്ല. അതുകൊണ്ട് അതും കൂടി പ്രതീക്ഷിച്ചിരുന്നോളൂ.